ഹായ്, ഇന്ന് നമുക്കൊരു പാർട്ടി ഹെയർ സ്റ്റൈൽ നോക്കാം. ഫുൾ ഹെയർ ബാക്കിലോട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്തതിന് ശേഷം നല്ല നീറ്റാക്കി കോംബ് ചെയ്യണേ. കോംബ് ചെയ്തതിന് ശേഷം ഒരു ബോക്സ് സെക്ഷൻ എടുക്കുക. ഫ്രണ്ടില് ബോക്സ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഈ ഐബ്രോയുടെ സെന്റർ പാർട്ടീഷൻ നോക്കിയിട്ട് അതേ സെയിം പോലെ ഈ ഐബ്രോയുടെ സെന്റർ പാർട്ടീഷൻ നോക്കി ഹെയർ എടുക്കുക. ഒരു ബോക്സ് ലുക്ക്. പാർട്ടീഷൻ എപ്പോഴും നീറ്റായിരിക്കണം. അത് നമ്മുടെ ബാക്കിലെ ഹെയറുമായിട്ട് ബ്ലെൻഡ് ആവാതിരിക്കാൻ ഞാനൊരു സെക്ഷൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ നീറ്റാക്കി വെച്ചിരുന്ന കോംബ് ചെയ്ത് വെച്ചിരുന്നത് ഹെയർ ഒന്നുകൂടെ ഞാൻ നീറ്റായിട്ട് കോംബ് ചെയ്യുക. അതിനുശേഷം ഹെയർ ഇങ്ങനെ എടുത്തു, ഒരു ട്വിസ്റ്റ് കൊടുത്തു, അടുത്ത ട്വിസ്റ്റ് കൊടുത്തു. അതിനുശേഷം ഈ എൻ്റെ ഹെയർ ഇതിനകത്തോട്ട് കയറ്റിയതിന് ശേഷം ഈ മേളത്തെ ഹെയർ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് യൂപ്പിന് ഞാൻ ഈ മേളത്തെ ഹെയർ നന്നായിട്ട് കവർ ആവണേ, ഇല്ലെങ്കിൽ വൃത്തികേടായിരിക്കേ. ഇനി നമ്മൾ ബോക്സ് സെക്ഷൻ എടുത്ത ഹെയർ ഉണ്ടല്ലോ, ഫസ്റ്റ് ഈ ബോക്സ് സെക്ഷൻ എടുത്ത് റൂട്ട് ബാക്ക് കോമ്പി ഫുൾ ഹെയർ ഓപ്പോസിറ്റ് സൈഡിൽ പിടിച്ചിട്ട് റൂട്ട് ബാക്ക് കോമ്പി. അതിനുശേഷം ഹെയർ ചെറിയ പക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റൂട്ട് ബാക്ക് കോമ്പിങ് ഉള്ളി അത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളേ. ഈ ഹെയർ കൊണ്ടുവന്ന് സ്പ്രെഡ് നന്നായിട്ട് കോംബ് ചെയ്ത് ഷൈനിങ് സ്പ്രേ അടിച്ചിട്ട് വേണം സ്പ്രെഡ് ചെയ്യാൻ കേട്ടോ. ഇത് ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് 1-2 ഹെയർ സ്റ്റൈൽ കൂടെ വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഹെയർ സ്പ്രേ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഷൈനിങ് സ്പ്രേ ചെയ്ത് ബേബി ഹെയർ ഹൈഡ് ആക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. ഫുൾ ബേബി ഹെയർ ഹൈഡ് ആക്കണേ. ഇതിവിടെ കൊണ്ടുവന്ന് യൂപ്പിൻ ലോക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ലോക്ക് ചെയ്തതിന് ശേഷം ഇത്ര മുടി മാത്രമേ കാണത്തുള്ളേ. ചെറിയ ഹെയർ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ടാക്കിയിട്ട് 2 യൂപ്പിനും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഹെയർ സ്റ്റൈൽ നിങ്ങളെ കാണിക്കാൻ കാരണം ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ ഫ്ലവർ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഫ്ലവർ ഏതൊക്കെയാണ് വേണ്ടത്, കമ്പി ഏതൊക്കെയാ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാം വിവരങ്ങൾ ഇട്ടിരുന്നു. രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് അത് ചെയ്യുന്ന ഈ ഫ്ലവർ ചെയ്യുന്ന രീതി ഞാൻ ഇട്ടിരുന്നു. ഈ ഫ്ലവർ ഇനി സെറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണണ്ടേ എങ്ങനെയാണ്. ഇത് ഈ ഗ്യാപ്പ് വന്ന ഭാഗത്തോട്ട് സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൽ ക്രിമ്പോ അയണോ യാതൊന്നും, ഓൾറെഡി സ്മൂത്തിങ് ഹെയർ ആണിത്. ഇതിനകത്ത് ക്രിമ്പോ അയണിങ്ങോ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ടില്ല, ഷൈനിങ് സ്പ്രേ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു ബ്രൈഡിനാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, റിസപ്ഷൻ വർക്കിനാണ് ഇത് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതെല്ലാം ചെയ്യണം. എങ്കിലും ലാസ്റ്റ് ചെയ്യും. ഇത് ഹെയർ സ്റ്റൈൽ നിങ്ങൾ ആദ്യം കാണാൻ. അപ്പം ഇതുപോലുള്ള സിമ്പിൾ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ, ടേക്ക് കെയർ.